കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം പുതുവർഷത്തിൽ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒപ്പം നാം ആയിരിക്കുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ഇന്ന് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കാത്തുപരിപാലിക്കുന്നവനുമായ ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, കർത്താവെ, വെള്ളിയാഴ്ചയുടെ ഈ നിമിഷം നിന്റെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ നിശബ്ദമായി നിൽക്കുന്നു. ഈ ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ശരീരത്തെ മാത്രം ദുർബലമാക്കുന്ന ഒന്നായി തീരരുത്. ഹൃദയത്തെ ഉണർത്തുന്ന ആത്മീക അനുഭവമായി തീരുമാറാകരുത്. ഞങ്ങളുടെ ഉള്ളിലെ ശബ്ദങ്ങൾ, കലഹങ്ങൾ ഈ പുതുവർഷത്തിൽ ആദ്യ വെള്ളിയാഴ്ച ദിവസമായി ഇന്ന് നിന്റെ സന്നിധിയിൽ ഇപ്പോൾ നിശബ്ദമാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 10-ാം വാക്യം. വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് നീ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. ആമേൻ. വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് നീ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. ആമേൻ. ഉപവാസം എന്നത് വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുന്ന ഒരു അനുഭവം ഉപവാസ ജീവിതത്തിൽ എൻ്റെയും നിന്റെയും ഉള്ളിലുണ്ടാകണം. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസം പാലിക്കുന്നു. എന്നാൽ വിശപ്പുള്ളവനെ നാം പലപ്പോഴും കാണാതെ പോകുന്നു. നമ്മുടെ ഉപവാസം ഒരു ആചാരമായി മാറിയോ? നമ്മുടെ പ്രാർത്ഥനകൾ ഒരു പതിവായി മാറിയോ? നാം നമ്മുടെ മനസ്സിനോട് നമ്മോട് തന്നെ ചോദിക്കുക, നാം കരുണ കാണിക്കാറുണ്ടോ? നാം പങ്കുവയ്ക്കാറുണ്ടോ? അതാണ് ഹൃദയത്തിൻ്റെ ഒരു പരിശോധന. അത് നമുക്ക് അനിവാര്യമാണ്. കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുക. കർത്താവെ, ഞങ്ങൾ അനുതപിക്കുന്നു. കണ്ണു തുറന്ന് കണ്ടിട്ടും സഹോദരന്റെ, സഹജീവികളുടെ വേദന അവഗണിച്ച നിമിഷങ്ങൾക്കായി, ഞങ്ങളുടെ സൗകര്യങ്ങൾ, ജീവിത ചുറ്റുപാടുകൾ വർദ്ധിപ്പിക്കുവാനായി ഓടിയ ഓട്ടപ്പാച്ചിലിൽ അവ ആരെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ തമ്പുരാനെ അത് മറ്റുള്ളവരുടെ കണ്ണുനീരിന് പാത്രമായി മാറിയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ, ഞങ്ങൾ ഈ നിമിഷം നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം നിന്റെ കരുണയാൽ നിറയണമേ. നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. കർത്താവേ, ഇരുൾ നിറഞ്ഞ ലോകത്ത് നീ ഞങ്ങളെ വിളിക്കുന്നു പ്രകാശമാകുക. നാം ഒരു വിശപ്പുള്ളവന് അല്പം ആഹാരം നൽകുമ്പോൾ, ഒന്ന് വേദനിക്കുന്നവനെ ആശ്വസിപ്പിക്കുമ്പോൾ, അവനെ ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ, അപ്പോൾ നിന്റെ പ്രകാശം നമ്മിലൂടെ അത് മറ്റുള്ളവരിലേക്ക് തെളിയും. അതാണ് പ്രകാശം. പ്രിയമുള്ളവരെ, അതാണ് പ്രകാശം. തമ്പുരാന്റെ പ്രകാശം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുന്ന ഒന്നായി തീരുവാൻ നമുക്ക് സാധിക്കണം. ഈ വെള്ളിയാഴ്ച ദിവസത്തിലെ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്കിങ്ങനെ ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞങ്ങളുടെ ഉപവാസം ഒരു കരുണയായി മാറും. ഞങ്ങളുടെ പ്രാർത്ഥന ഒരു പ്രവൃത്തിയായി മാറും. ഞങ്ങളുടെ വിശ്വാസം അത് സ്നേഹമായി ഒഴുകും. നീ കുരിശിൽ നിന്റെ ജീവിതം പങ്കുവെച്ചതുപോലെ നാം നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം,
നമ്മുടെ വിനയം, നമ്മുടെ സമ്പത്ത്, ഇവയൊക്കെ ഒന്ന് പങ്കുവയ്ക്കുവാൻ തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഈ ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയം നീ പുതുക്കിയതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഉപവാസം നിനക്ക് ഇഷ്ടമുള്ളതായി തീരട്ടെ. ഞങ്ങളുടെ ജീവിതം നിന്റെ പ്രകാശം നിറയ്ക്കണമേ. ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ തമ്പുരാനെ അടിയങ്ങളെ സഹായിക്കും. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.